സർവശക്തനായ കർത്താവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ധന്യനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ ആരാണ്? വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. ദൈവത്തിന്റെ വിശുദ്ധ വിളിയാൽ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ അർഹതയുള്ളവരാണ്. വാഗ്ദത്തങ്ങൾ നമുക്ക് സ്വന്തമാകണമെങ്കിൽ ഏറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഓരോ സമയത്ത് ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങളെ മാറോട് ചേർക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ ഏറെ ഒരുങ്ങണം. 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അതിനോടുള്ള ബന്ധത്തിൽ ഈ വചനഭാഗത്ത് നമുക്ക് നിർദ്ദേശമായി നൽകിത്തരുന്നത്. ഒന്നാമത്തെ കാര്യം, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർക്ക് വിശ്വാസമുണ്ടായിരിക്കണം. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസം വാഗ്ദത്തങ്ങളിൽ ഉണ്ടായിരിക്കണം. വാഗ്ദത്തം തന്ന ദൈവത്തിലുണ്ടായിരിക്കണം. എന്റെ ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മാറ്റം വരുന്നവയല്ല എന്നും എന്റെ ദൈവം എനിക്ക് വേണ്ടി അത് സാധിപ്പിക്കുമെന്നുമുള്ള വിശ്വാസം, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക, വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ വിശ്വസിക്കുക, ഒട്ടും ചാഞ്ചല്യമില്ലാതെ അനുകൂലമായ സാഹചര്യങ്ങൾ ഒട്ടും ഇല്ലാത്ത പശ്ചാത്തലങ്ങളിലും കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വിരളമാകുമ്പോഴും മറ്റുള്ളവർ ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിക്കുമ്പോഴും ശത്രുവായ പിശാച് നമ്മുടെ അരികിൽ വന്ന് നിന്ന് ഇതൊരിക്കലും നടക്കുകയില്ല എന്ന് ആണയിട്ട് പറയുമ്പോഴും എന്റെ ദൈവം എന്നോട് പറഞ്ഞു എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുവാനുള്ള മനസ്സുണ്ടാകണം. 2-ാമത്തെ കാര്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ദീർഘക്ഷമ ഉണ്ടായിരിക്കണം. ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുടെ നിവർത്തി ഏതെങ്കിലും സാഹചര്യവശാൽ ദീർഘിച്ചു പോയാൽ ഒട്ടും നിരാശപ്പെടാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള മനസ്സുണ്ടാകണം. ദീർഘക്ഷമ ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ മേൽ ദീർഘക്ഷമയുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ഇത് രണ്ടും ഇല്ലാതെ പോയാൽ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ഒരു വ്യക്തി എന്തു ചെയ്യും? വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, ദീർഘക്ഷമ കാണിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ വാഗ്ദത്തങ്ങൾ ഒരിക്കൽ കിട്ടിയതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കും? മന്ദതയുള്ളവരാകും, മടുപ്പുള്ളവരാകും, ഉത്സാഹമില്ലാത്തവരാകും, വാടിത്താർന്നു പോകും, ക്ഷീണിച്ചു പോകും, പിന്മാറിപ്പോകും. വാഗ്ദത്തങ്ങൾ അകത്ത് ഉണ്ട് എന്ന് കരുതി കാര്യങ്ങൾ നല്ല നിലയിലല്ല പോകുന്നത്. കാര്യങ്ങൾ നല്ല നിലയിൽ പോകണമെങ്കിൽ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കണം, ദീർഘക്ഷമയോടെ വാഗ്ദത്ത നിവർത്തിക്കായി കാത്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മന്ദത ഉണ്ടാകത്തില്ല. അവരിൽ വ്യാപരിക്കുന്നത്
പ്രത്യാശയായിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.